ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്തൊരു ഐറ്റമാണ്. ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. അവനെ അന്വേഷിച്ചാണ് ഇന്ന് ഞാൻ പോകുന്നത്. കിട്ടി ഇവനാണ് താരം. ഞങ്ങളുടെ നാട്ടിൽ ചൊറിയണമെന്ന് പറയും, ചില നാട്ടിൽ ആനത്തുമ്പ എന്ന് പറയും. ഇതിൻ്റെ കറക്റ്റ് പേര് എങ്ങനെയൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ ചൊറിയണമെന്നാണ് ഇതിനെ പറയാറുള്ളത്. ആരും ചിരിക്കണ്ട, ഇത് വെച്ചിട്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. ചിലർ ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കും, തോരൻ ഉണ്ടാക്കും. ഞാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു ഐറ്റമാണ് ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. ഈ കർക്കിടക മാസത്തിൽ ഈ ഒരു ഐറ്റത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും അതൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ? എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ നോക്കിക്കോളൂ, കുഴപ്പമില്ല. ഞാൻ എന്തായാലും പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം പിറ്റേന്നാണ് ഈ ഒരു വോയിസ് കൊടുക്കുന്നത്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, കഴിച്ചു നോക്കി ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിരുന്നു, അതിനുശേഷം മാത്രമാണ് ഞാൻ ഇതിന് വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഇലകളൊക്കെ ഇതുപോലെ പിച്ച് പറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ തണ്ടും കമ്പും എല്ലാം കളഞ്ഞിട്ട് ഇലകൾ മാത്രം. അത് കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് പിഴുതെടുത്തതും ഇതെല്ലാം ചെയ്തത്. കയ്യിലൊരു കവറൊക്കെ ഇട്ട് അത്രയും സേഫായിട്ടാണ് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ ചൊറിഞ്ഞ് ഉപ്പാടൂരില്ലേ. പിന്നെ ഇതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ചൊറിച്ചിലൊക്കെ അങ്ങ് മാറും. അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിൽ ചെറു ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചേക്കണം. ഈ 10 മിനിറ്റ് അതിലിങ്ങനെ വെച്ചതിന് ശേഷമേ എടുക്കാവൂ. ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ: ഒരു മുറി തേങ്ങ എടുത്തു, അതിൻ്റെ തേങ്ങാപ്പാൽ 1-ാം പാല് 2-ാം പാല് ഇങ്ങനെ 2 സെറ്റായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 1-ാം പാല് ഇപ്പോഴെടുക്കേണ്ട, അത് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1-ാം പാല്. 2-ാം പാല് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഇല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി. ഇനി കയ്യിൽ കവറൊന്നും ഇല്ലാതെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടത്. ചൊറിച്ചിലൊന്നുമില്ലായിരുന്നു. ഈ ചൂടുവെള്ളത്തിലിട്ടാൽ എന്തായാലും എൻ്റെ ചൊറിച്ചിലൊക്കെ അങ്ങ് മാറും. പിന്നെ ഇവൻ ചൊറിയത്തില്ലെന്നാണ് എല്ലാവരും പറഞ്ഞു തന്നത്. അതേപോലെ ഞാനങ്ങ് ചെയ്തു. ഇനി ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈനായിട്ട് ഞാനതങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് ബാക്കി പണികൾ. ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യത്തിന് പഞ്ചസാര, ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് ചേർക്കാം, എനിക്ക് അത്രയും വേണ്ടി വന്നില്ല. ഇനി ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ നിന്നും കുറച്ച് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിൽ ഏലക്കയും പഞ്ചസാരയും നല്ല ഫൈനായിട്ട് പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോറും കൂടി വേണം. ഇനി ആദ്യം ചെയ്യേണ്ടത്, ഏത് പാനിലാണോ ഏത് പാത്രത്തിലാണോ ഈ ഒരു ഐറ്റം സെറ്റാക്കുന്നത്, ഇപ്പോൾ ഏകദേശം എല്ലാവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലേ, ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൊറിയണം വെച്ചിട്ട് ഹൽവ, അടിപൊളിയല്ലേ? അപ്പോൾ ആ പാത്രത്തിലേക്ക് ആദ്യം അരച്ച് വെച്ചിട്ടുള്ള മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം 2-ാം പാൽ ബാക്കി വന്നിട്ടുള്ളതും പിന്നെ 1-ാം പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നേരെ അടുപ്പിലേക്ക് വയ്ക്കാം, ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് അതുവരെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാവേ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങും. ഇത് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാവൂ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആദ്യം പകുതി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മധുരം നോക്കിയതിന് ശേഷം മാത്രം ബാക്കി ചേർത്താൽ മതി. ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് ഭയങ്കര സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് എന്തിൻ്റെയാണെന്ന് പറയാൻ പറ്റില്ല. കറക്റ്റ് നമ്മൾ വേറെ ഹൽവയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഹൽവയൊക്കെ ഉണ്ടാക്കാൻ എന്തുമാത്രം വഴികളുണ്ട്, ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ, ഈ ഒരു ഇല മാത്രമേ കിട്ടുകയുള്ളൂ ഹൽവ ഉണ്ടാക്കാനെന്ന്. അതൊരു പരീക്ഷണമല്ലേ? അതുമല്ല, ഈ ഒരു കർക്കിടക മാസത്തിൽ ഔഷധ ഗുണങ്ങൾ ഏറെ ഉണ്ട് ഈ ഒരു ഇലയ്ക്ക് എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും എന്ന് വെച്ചാൽ ഈ ഒരു ജനറേഷനല്ല, ഒരുപാട് മുതിർന്നവരൊക്കെ പറഞ്ഞു തരുന്നത് ആ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഇല വെച്ചിട്ട് പരീക്ഷിക്കാമെന്നും കരുതിയത്.
അപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് ആദ്യം കുറച്ച് പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞ് പഞ്ചസാരയുടെ മധുരം എല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് ബാക്കി ചേർത്തത്. അങ്ങനെ 1-2 പ്രാവശ്യമായിട്ടാണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എനിക്ക് എടുത്തു വെച്ചിട്ടുള്ള അത്രയും വേണ്ടി വന്നില്ല. ആ 1/4 കപ്പ് എടുത്ത് വെച്ചിരുന്നത് അത്രയും പഞ്ചസാര വേണ്ടി വന്നില്ല. ബാക്കി കുറച്ചൊന്ന് ബാക്കി വന്നിട്ടുണ്ട്. ബാക്കി ഇത്രയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 സ്പൂൺ പഞ്ചസാര ബാക്കി വന്നു. അതങ്ങ് മാറ്റി വെച്ചു. ഇത്ര ആയപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. മധുരം ഇടയ്ക്ക് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല മധുരം ഉണ്ടായിരുന്നു. ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയി കാണും. ഈ 10 മിനിറ്റ് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ അത്രയും വറ്റിയാൽ പോരാ, ഇത് നന്നായിട്ട് ഇനി പാനിൽ നിന്നെല്ലാം വിട്ട് വരുന്ന ഒരു പരുവാവും. ആ ഒരു പരുവാവണമെങ്കിൽ കോൺഫ്ലോർ ചേർക്കണം. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലോറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തിക്കാവാൻ തുടങ്ങും. ഇത് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ചും കൂടി ഒന്ന് കട്ടയായി വരുമ്പോൾ ഹൈ ടു മീഡിയം, ലോ ഫ്ലെയിമിൽ അങ്ങനെ വെക്കണമെന്നില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ഇതേപോലെ ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് കട്ടിയാവാൻ തുടങ്ങും. ഇനി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ടോട്ടലായിട്ട് ഒരു 3 സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും വേണമെന്നില്ല, ഒരു 3 സ്പൂൺ. പിന്നെ ഈ ഒരു സമയം കൊണ്ടൊക്കെ ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ ഒന്ന് നെയ്യും തടവി ഒന്ന് പാത്രം സെറ്റാക്കി വെക്കാം. ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, കാഷ്യൂനട്ടോ അതുപോലെ തന്നെ കിസ്മിസോ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഈ ഒരു സംഭവം മാത്രം, ഇത് മാത്രം സെറ്റ് ചെയ്തെടുത്താൽ മതി. അത്രയും സോഫ്റ്റാണ് കഴിക്കാൻ. ഏകദേശം എനിക്കിത് ഹൽവ ആയിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 35 മിനിറ്റ് വേണ്ടി വന്നു. ആ ഒരു 35 മിനിറ്റ് കൊണ്ടാണ് ഇത് സെറ്റായി വരുന്നത്. ഇനിയും കുറുകി പാനിൽ നിന്നെല്ലാം വിട്ട് വരുന്ന ഒരു പരുവാവും. ഇപ്പോൾ ചെറുതായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളൂ, ഇതൊന്നും ആയിട്ടില്ല. ഇനിയും നന്നായിട്ട് കട്ടിയായിട്ട് വരും. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ മാത്രമേ ഗ്യാസ് ഓഫ് ആക്കാവൂ. ഇനിയും കട്ടിയായി വന്നതിന് ശേഷം ഒരു ബോൾ പരുവത്തിലേക്ക് ഉരുണ്ട് വരാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജിലേ ഗ്യാസ് ഓഫ് ആക്കാവൂ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. അയാൻസ് വേൾഡ് 2023 എന്നായിരുന്നു ആദ്യത്തെ പേര്. ഇപ്പോൾ മാളൂസ് വ്ളോഗ് എന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി പേര് പറയുന്നുണ്ട് എൻ്റെ ചാനൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല, സബ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് അയാൻസ് വേൾഡ് ഉണ്ട്, അപ്പോഴതിൽ ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയ പേരിടാന്ന് വിചാരിച്ചിട്ട് മാളൂസ് വ്ളോഗ് എന്നിട്ടു. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് മാളൂസ് വ്ളോഗ് എന്നാണ്. അയാൻസ് വേൾഡിനെ എല്ലാവരും സ്വീകരിച്ചതുപോലെ മാളൂസ് വ്ളോഗിനെയും സ്വീകരിക്കണേ. അങ്ങനെ ഹൽവയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒരു ബോൾ പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് അത്രയും മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഒരു 3 മിനിറ്റ് അത്രയും മതി. അപ്പോൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് മാറ്റാം. ഞാൻ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ലെവലാക്കി എടുക്കണം. അതും കഴിഞ്ഞ് ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ നന്നായിട്ട് തണുത്ത് സെറ്റായിട്ട് കിട്ടും. ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടില്ല, ചെറിയ ഷേപ്പ് വ്യത്യാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ആ ഒരു റൗണ്ട് ഷേപ്പിന് തന്നെ കിട്ടി. ഇനി അത് കട്ട് ചെയ്യാം, കഴിക്കുന്നതാണല്ലോ അടുത്ത ടാസ്ക്. അപ്പോൾ ഹൽവയൊക്കെ ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഹസ്ബൻഡിനെ തന്നെ കഴിക്കാൻ കൊണ്ട് കൊടുത്തു. ആദ്യത്തെ പരീക്ഷണം ധൈര്യമായിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, അത് ആ മുഖത്ത് നോക്കുമ്പോൾ കാണാം. ചെറിയ പേടി, ചെറിയ ചിരിയല്ല. എന്നാലും കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല, സത്യമായിട്ട് നല്ല അഭിപ്രായമായിരുന്നു. കഴിക്കാൻ രസമുണ്ട്. പിന്നെ ആ ഇലയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ്, അത് ഇല വെച്ചിട്ടാണ് ഹൽവ സെറ്റാക്കിയത് എന്നുള്ളൊരു ടേസ്റ്റ് അത്രേ ഉള്ളായിരുന്നു. എന്തായാലും കഴിച്ചു നോക്കിയപ്പോൾ ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. ഞാനും കഴിച്ചു നോക്കി. പിന്നെ അന്നത്തെ ദിവസം ഒരു 2 പീസ് വെച്ചിട്ടേ കഴിച്ചു നോക്കിയുള്ളൂ. ബാക്കി പിറ്റേന്നാണ് കഴിച്ചു നോക്കി. അന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ബാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ എന്തായാലും പിറ്റേന്നായിട്ടും ഒരു കുഴപ്പവും ഉണ്ടായില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പരീക്ഷിച്ച് നോക്കിയോളൂ, ഒരു കുഴപ്പമില്ല. അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത്. ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഒത്തിരി കഷ്ടപ്പെട്ടും പേടിച്ചൊക്കെ ചെയ്തൊരു വീഡിയോ ആണ്, അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.